അച്ഛന്മാരെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം. അതായത് ടാറ്റു അടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവുമെന്ന് ചില അണ്ണന്മാരൊക്കെ പറയുന്നു. ഈ പറഞ്ഞിട്ടങ്ങ് പോവുകയെന്നല്ലാതെ എന്താണ് അതിന് ചെയ്യേണ്ടത്, അതങ്ങ് ചെയ്യാതെ ഇരുന്നാ മതിയോ, ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ഇതൊന്നും പറയാതെ മൊത്തത്തിൽ വന്നിട്ട് ഈ അണ്ണനങ്ങ് പറയുക ടാറ്റു അടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ടാറ്റു സ്റ്റുഡിയോ ഒരു സ്ഥലത്ത് നിയമപരമായി പ്രവർത്തിക്കണമെങ്കിൽ, അതിന്റെ ലൈസൻസ് കിട്ടണമെങ്കിൽ അവർ പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അത് കൃത്യമായി പാലിച്ചുകൊണ്ട് അത് നോക്കാനുള്ള സാർമാര് വേറെ ഉണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ പഞ്ചായത്ത് അധികാരികൾ, കുറെ ആൾക്കാരുണ്ട്. ഇവരെല്ലാം സർട്ടിഫൈ ചെയ്തതിനു ശേഷമാണ് ഒരു സ്ഥാപനം തുടങ്ങുന്നത്. ഇതൊന്നും ഇല്ലാതെ ചില അണ്ണന്മാര് വന്നിട്ട് അവരുടെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അവരുടെ ചേച്ചിമാരെ ഒക്കെ കണ്ടിട്ട് അവരെ ഇളക്കാൻ വേണ്ടി പറയുന്നൊരു ഡയലോഗാണ്, ടാറ്റു അടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടുവേ, ഇനി ചെയ്യണ്ടേ എന്ന്. ഇതിന്റെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം, ടാറ്റു അടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. അതിപ്പോ എന്താ പറയുന്നത്, സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ലങ് ക്യാൻസർ ഉണ്ടാവും, ചോറ് തിന്നു കഴിഞ്ഞാൽ ഡയബറ്റീസ് ഉണ്ടാവും, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കുടിച്ചു കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോകും എന്നൊക്കെ പറയുന്ന പോലെയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മളൊരു ടാറ്റു അടിക്കാനായിട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ഒന്നാമത്തെ കാര്യം, അവരുപയോഗിക്കുന്ന വേഗൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള, അതായത് കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാത്ത വേഗൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇങ്ക് ആണ് അവർ ഉപയോഗിക്കുന്നത്. ഈ കൊബാൾട്ട്, ക്രോമിയം, മെർക്കുറി, ഈ സാധനങ്ങളൊക്കെ അടങ്ങിയ ഇങ്കുകളൊക്കെ ആണെങ്കിൽ അത് ഡെഫിനറ്റ്ലി അത് ക്യാൻസറോജനിക് ആണ്, ഉണ്ടാവാൻ സാധ്യതയാണ്. ഇല്ലാതെ കൊബാൾട്ട് ഇത് വന്നു എന്നും പറഞ്ഞുകൊണ്ട് ഉടനെ അങ്ങ് ക്യാൻസർ വരുമൊന്നുമല്ല. ഇന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിനുള്ളിൽ പോയാൽ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയാണ്. ഇതില്ലാത്ത സാധനങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് പിന്നെ റോഡ് സൈഡിൽ ഇരിക്കുന്ന ബംഗാളികളുടെ ചേട്ടതേണ്ട ഇവിടെ ഒരു 50 രൂപയുടെ ടാറ്റു അടിച്ചു തരൂ, ഇവിടെ ഒരു 100 രൂപയ്ക്ക് അടിച്ചു തരൂ എന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് അടിച്ചിട്ട് ഞാനാണ് പോയി അടിക്കണമെങ്കിൽ എനിക്ക് 50 രൂപയ്ക്ക് ഞാൻ ആഗ്രഹിച്ച സാധനം എനിക്ക് കിട്ടി. പക്ഷെ അതിന്റെ കൂടെ എന്തെങ്കിലും ബോണസും കിട്ടിയോ, ഇത് നമ്മൾ അറിയണം. അപ്പൊ ഏറ്റവും നല്ലത് നിങ്ങൾ 10 രൂപ കൂടി കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു ടാറ്റു സ്റ്റുഡിയോയിൽ തന്നെ ചെയ്യാം. ഇപ്പൊ നമ്മുടെ ടാറ്റു സ്റ്റുഡിയോയിൽ, സൈക്കോ ടാറ്റു സ്റ്റുഡിയോയിലാണെങ്കിൽ നമ്മളൊരു ടാറ്റു ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്തും ഈ നീഡിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ നീഡിൽ പൊട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. കയറിയാൽ പോലും നമ്മൾ ആ നീഡിൽ ഉപയോഗിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഇങ്കുകളാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച്, ഒരാൾക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനം മറ്റൊരാൾക്ക് നമ്മൾ ഉപയോഗിക്കാറേയില്ല. ഒരു സാധനങ്ങളും, അത് അവർ റാപ്പ് ചെയ്യുന്ന ടേപ്പ് ആണെങ്കിലും, അവർക്ക് ഉപയോഗിക്കുന്ന ഇങ്കിന്റെ കപ്പ് ആണെങ്കിലും, നീഡിലാണെങ്കിലും, എന്തൊക്കെയാണെങ്കിലും എല്ലാം പുതിയതാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ഇഞ്ചക്ഷൻ വെക്കുന്നതിന് മുമ്പ് നേഴ്സുമാർ ചെയ്യത്തില്ലേ, നീഡിലെടുക്കുക, പൊട്ടിച്ചിട്ട് ഇട്ട് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പോകും എന്ന് പറയുന്ന കൂട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അന്നേരം അവരുടെ മുന്നിൽ വെച്ച് പൊട്ടിക്കുന്നതും എക്സ്പയറി ഡേറ്റ് ഉള്ളതുമായിട്ടുള്ള സാധനമാണ് നമ്മൾ ഇതിനായിട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഈ പരസ്യത്തിന് വേണ്ടി ചില അണ്ണന്മാര് അവരുടെ ഒരു എന്താണ് അവരുടെ ഇൻട്രസ്റ്റ് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ പറയുന്ന കൂട്ട് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി, ഇല്ലെങ്കിൽ അവരുടെ റീൽ അങ്ങ് ട്രെൻഡിങ് ആയിട്ട് പോകാൻ വേണ്ടിയോ, ഇല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ കഞ്ഞി കുടിക്കാമല്ലോ എന്നുള്ള രീതിയിലുള്ള ആൾക്കാരായിരിക്കാം ഈ തെറ്റിദ്ധാരണകൾ വരുത്തുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഇടയ്ക്ക് റിപ്പോർട്ടർ ചാനലിൽ ഒരു ന്യൂസ് വന്നായിരുന്നു, മെർക്കുറി അനുവദനീയമായതിനേക്കാൾ കൂടുതൽ ലിപ്സ്റ്റിക്കിൽ അടങ്ങിയിട്ടുണ്ട്, അത് ക്യാൻസറോജനിക് ആണ്. എന്നിട്ട് ഈ നാട്ടിലെ ഇഷ്ടംപോലെ ലിപ്സ്റ്റിക് ഇപ്പോഴും വിറ്റഴിച്ചു പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് റോഡ് സൈഡിൽ ഇരിക്കുന്ന മാമന്മാരെ വേണോ, അല്ലെങ്കിൽ സേട്ടന്മാരെ വേണോ, അതോ ഏതെങ്കിലും നല്ല സ്റ്റുഡിയോയിൽ പോയി ചെയ്യണോ എന്നുള്ളതാണ്. നമ്മള് ഒരു ഭാഗത്ത് നമ്മള് പുതിയ സാധനങ്ങൾ ഒരാൾക്ക് വേണ്ടി എടുക്കുമ്പോൾ, മറുഭാഗത്ത് റോഡ് സൈഡിൽ ഇരിക്കുന്നവരും ഒരു നീഡിൽ തന്നെ ഉപയോഗിക്കുന്നു, ഒരേ തുണി കൊണ്ട് തന്നെ അവരുടെ ദേഹം വൈപ്പ് ചെയ്യുന്നു, ഒരേ ഇങ്കിൽ തന്നെ എല്ലാവർക്കും ടാറ്റു ചെയ്യുന്നു. കാരണം അവർക്ക് അതേ പറ്റൂ. അവർക്ക് പുതിയ സാധനം ഒരാൾക്ക് വേണ്ടി എടുക്കാൻ പറ്റത്തില്ല. കാരണം അവര് തുച്ഛമായ തുകയ്ക്കാണ് ടാറ്റു ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഇനി ഇവന് എന്ത് സംഭവിച്ചാലും അവർക്ക് കുഴപ്പമില്ല. അവർ ഈ സീസണിൽ വരും, അടുത്ത സീസണിൽ അടുത്ത സ്ഥലത്ത് പോകും. അല്ല, അവർക്ക് നമ്മളായിട്ട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. നമ്മളൊരു സ്ഥാപനം ഇട്ട് ഒരിടത്ത് ഇരിക്കണമെങ്കിൽ അതിന് കാരണങ്ങൾ കാണും,
അനുവദിക്കേണ്ടവർ അത് അനുവദിച്ചിട്ടുണ്ടാവും. അല്ലാതെ ചുമ്മാതെ ഈ പറയുന്ന കൊണ്ട് നിങ്ങൾ ചാറ്റ് ചെയ്യല്ലേ ടോട്ടൽ ക്യാൻസർ ആന്ന് പറയുന്നത് ഇവനെയൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അറിയേണ്ടവർക്ക് മനസ്സിലാക്കുക. ചെയ്യാൻ താല്പര്യമുള്ളവർ എവിടെയെങ്കിലും നല്ല സ്റ്റുഡിയോകൾ തെരഞ്ഞുപിടിച്ച് ചാറ്റുകൾ ചെയ്യുക. നല്ലൊരു വിഷയമായിട്ട് വീണ്ടും നമുക്ക് കാണാം. ഇതുപോലെ ആരെങ്കിലും അല്ലെങ്കിൽ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം.